പിതാവ് പറഞ്ഞ ഒരു ചരിത്രത്തിന്റെ തുടർച്ചയായിട്ടാണ് ഈ ഒരു തീരുമാനമെടുത്തത്. പക്ഷേ ഇതിനോട് ഇടഞ്ഞു നിൽക്കുന്ന ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസ സമൂഹം, വൈദികരും, അതിൽ എല്ലാ വിശ്വാസികളെയും ഉദ്ദേശിക്കുന്നില്ല, ചിലർ ഉന്നയിക്കുന്ന ചില ആശങ്കകൾ. ഒന്ന്, ധൃതി പിടിച്ചെടുത്തൊരു തീരുമാനം, കോവിഡിന് ശേഷം ധൃതി പിടിച്ച് എടുത്തൊരു തീരുമാനം. പിന്നീട് 50-50 എന്ന് പറയുന്നത് ഒരു ഒത്തുതീർപ്പ് ഫോർമുലയാണ് എന്ന് പറയുന്ന ഒരു ആരോപണം. ഒപ്പം തന്നെ കൃത്യമായിട്ടുള്ള ഒരു ശ്രവണവും സംഭാഷണവും ഇക്കാര്യത്തിൽ നടന്നില്ല എന്നൊരു ആശങ്ക ചിലരെങ്കിലും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്ന് പങ്കുവെക്കുന്നുണ്ട്. അതിനോടുള്ള പിതാവിന്റെ കാഴ്ചപ്പാട് എന്താണ്? 1999 വളരെയേറെ ചർച്ചകൾക്കും മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലികളുടെ ഏകകണ്ഠമായിട്ടുള്ള അഭിപ്രായത്തിന്റെയും അടിസ്ഥാനത്തിൽ അഭിമന്യ വർഗീയവിധേയത്തിൽ പിതാവ് സിനഡിന്റെ തലവനായിരിക്കുന്ന കാലത്ത് ഈ തീരുമാനമെടുത്തത് 1999. ആ 99 പൊടുന്നനവേ സിനഡങ്ങ് എടുക്കുകയല്ല, അതിനു മുമ്പ് രൂപതകളിൽ ഒക്കെ. പക്ഷെ എത്രമാത്രം ഇതേക്കുറിച്ചുള്ള ചർച്ചകളും ഇതേക്കുറിച്ചുള്ള അവബോധവും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അവിടെ ഉണ്ടായിരുന്ന മെത്രാന്മാരും വൈദികരും ജനങ്ങൾക്ക് കൊടുത്തു, അല്ലെങ്കിൽ വൈദികർ തമ്മിൽ ആ ബോധ്യത്തിലേക്ക് വന്നു എന്നുള്ളതിനെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. അത് നടന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. സിനഡിലെ തീരുമാനങ്ങളെ ഒക്കെ അവരവരുടേതായ ഒരു ശൈലിയിലെ പ്രത്യേകതകളോടുകൂടി നടപ്പിൽ വരുത്തുന്ന ഒരു പതിവാണ് അവലംബിച്ചത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഈ വക ഒരു ബോധവൽക്കരണം നടത്തേണ്ടവർ നടത്താൻ സാധിക്കാതെ പോയി എന്ന് ഞാൻ പറയുന്നുള്ളൂ. അത് ഞാൻ അവരെയും കുറ്റപ്പെടുത്തുന്നില്ല, സാധിക്കാതെ പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു ബോധവൽക്കരണം നടക്കാതെ ബാക്കിയുള്ളിടത്തെല്ലാം ബോധവൽക്കരണം ശക്തമായി നടന്ന് അത് പ്രാവർത്തികം. പിന്നെ ഇതുപോലുള്ള ഒരു പൗരസ്ത്യ സഭയിൽ 2-3 രീതികളിലൊക്കെ വിശ്വാസം അർപ്പിച്ച് എങ്ങനെ നമ്മൾ അയക്കാൻ സാധിക്കും? അതുകൊണ്ട് ഇതൊരു ആവശ്യകതയാണ്. പിതാവ്, ഒപ്പം ഈ 50-50 എന്നുള്ളൊരു ഒത്തുതീർപ്പ് ഫോർമുല എന്ന് പലരും പറയുന്നുണ്ട്. ഇത് ഒത്തുതീർപ്പ് ഫോർമുല എന്ന് പറയാൻ സാധിക്കുകയില്ല. കാരണം ഈ ഫോർമുല അപ്പാടെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഐഡിയലായിട്ടുള്ളതാണെന്ന് ഞാൻ പറയുന്നില്ല. അതല്ല ഐഡിയലായിട്ടുള്ളത്. എന്നാൽ ആ ഐഡിയലായിട്ടുള്ളതിന് വേണ്ടി ഞാൻ സിനഡിലോ മറ്റു സന്ദർഭങ്ങളിലോ നിലകൊണ്ടിട്ടില്ല. കാരണം സിനഡാണ് സുപ്രീം. ഇത് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നാൻ നമ്മെ സഹായിച്ചത് പരിശുദ്ധ സിംഹാസനമാണ്. അതിന് ചർച്ചകൾ നടന്ന് സിനഡിലാണ് ഇത് ഉരുത്തിരിഞ്ഞത്. അഭിമന്യ വർഗീയവിധേയത്തിൽ പിതാവിൻ്റെ കാലത്ത് ഉരുത്തിരിഞ്ഞത്. കാരണം ഇത് മെത്രാന്മാർ തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്. നമ്മളെ ആമുഖ ശുശ്രൂഷയിലും അതുപോലെ തന്നെ നമ്മൾ തിരുവചന വായനകൾ നടത്തി ജനങ്ങൾക്ക് വ്യാഖ്യാനം ചെയ്ത് കൊടുക്കുന്ന സന്ദർഭത്തിലുമൊക്കെ നമ്മൾ ജനങ്ങളോട് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് ബുദ്ധിമുട്ടില്ലല്ലോ. എല്ലാവരും ക്രമേണ അതിലേക്ക് വന്നു. എന്നാൽ അതിനെയും എതിർത്തിരുന്ന ഒരു ചെറിയ വിഭാഗം സഭയിലുണ്ടായിരുന്നു. അപ്പോൾ അതേസമയം ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മുഴുവനും ജനങ്ങൾക്ക് അങ്ങനെയുള്ള പല ചിന്തകളുള്ളവരെ അതിൻ്റെ ചൈതന്യത്തിൻ്റെ പൗരസ്ത്യ സഭകളിലെ വിശുദ്ധ കുർബാന അർപ്പണത്തിൻ്റെ ചൈതന്യം നഷ്ടപ്പെടുത്താതെ എടുക്കാവുന്ന ഒരു പ്രായോഗിക തീരുമാനം എന്ന് പറയുക, അല്ലാതെ ഒരു കോംപ്രമൈസ് ഫോർമുല ഒന്നുമല്ല, ഒരു പ്രായോഗിക തീരുമാനത്തിലേക്ക് സിനഡ് വന്നതായിട്ടാണ് അന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് ഞാൻ തക്കല രൂപതയുടെ മെത്രാൻ അങ്ങനെ വന്നതാണ്. അപ്പം അതുകൊണ്ട് ഇന്ന് പക്ഷെ ഈ എതിർപ്പുകൾ അന്ന് 1997 മുതൽ ഈ ഒരു വിഭാഗത്തിൽ നിന്ന് ഉണ്ടാകുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനിടയ്ക്ക് ഇപ്രകാരമുള്ള സഭയ്ക്ക് മുഴുവൻ നന്മയുള്ള തീരുമാനങ്ങൾ വരുമ്പോൾ അതിനെ എതിർക്കുവാൻ ആ പ്രദേശത്തു നിന്നുള്ള പിതാക്കന്മാർക്കുള്ള നിസ്സഹായ അവസ്ഥയും പ്രകടിതമായി. ഒപ്പം ഇതാ ഈ ഏകീകൃത കുർബാന അർപ്പണം മാത്രമാണ് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഒരു പ്രധാന വിഷയം. അങ്ങ് പറഞ്ഞു ചിലപ്പം ചില രീതിയിലുള്ള ഈ പ്രോപ്പറായിട്ടുള്ള സംഭാഷണത്തിന്റെയും ഒരു ചർച്ചകളുടെ ഒരു അഭാവമുണ്ട്. പക്ഷെ എങ്കിൽ പോലും സഭ ഏകകണ്ഠമായി എടുക്കുന്ന ഒരു തീരുമാനത്തിനൊപ്പം ഒരു അനുസരണത്തിന്റെ പുറത്ത് ഇവർ നിൽക്കേണ്ടതാണ്. ഞാനത് ചോദിക്കാൻ കാരണം അതിനുശേഷം നടന്ന സംഭവ വികാസങ്ങളുണ്ട്. നമുക്കറിയാം സെന്റ് മേരീസ് ബസിലിക്കയിൽ നടന്ന ഒരു മാരത്തൺ കുർബാന എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. ഒപ്പം തന്നെ സെറിൽ വാസിൽ പിതാവ് വന്നപ്പോൾ പിതാവിന് നേരെയുണ്ടായ കായികമായി പോലും പിതാവിന്
രൂപതയ്ക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾ, പലരും രൂപതയിൽ നിന്നുള്ള പലരും മാധ്യമങ്ങളിൽ പൊതുസമൂഹത്തിൽ സഭയെ അവഹേളിക്കുന്ന ഒരു സംഗതികൾ, ഒപ്പം തന്നെ പലപ്പോഴും സഭ എടുക്കുന്ന പല ഔദ്യോഗിക തീരുമാനങ്ങൾക്ക് വിപരീതമായിട്ട് പലരും എടുക്കുന്ന ചില സ്റ്റാൻഡുകൾ. അപ്പൊ അതൊക്കെ കാണുമ്പോൾ പലരുടെയും മനസ്സിലൊരു ചിന്ത ഇങ്ങനെ വരുന്നുണ്ട്, ഇത് ഏകീകൃത കുർബാന അർപ്പണം മാത്രമാണ് അവിടെ ഒരു പ്രശ്നം, അല്ലെങ്കിൽ മറ്റ് ചില എലമെന്റ്സ് അതിൽ ഉള്ളിലുണ്ട്, അല്ലെങ്കിൽ പുറമേ നിന്നുള്ള ചില ഫാക്ടേഴ്സ് ഇതിൻ്റെ അകത്ത് കളിക്കുന്നുണ്ട് എന്നൊരു ആശങ്ക ചിലരെങ്കിലും ഉന്നയിക്കാറുണ്ട്, സഭയെ സ്നേഹിക്കുന്ന ചിലരെങ്കിലും ഉന്നയിക്കാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിലുണ്ടെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. പക്ഷേ കാര്യങ്ങളിലേക്ക് ഇപ്പം നമ്മളെ ചർച്ചകൾ കൊണ്ടുപോകണോ എന്നുള്ള ഒരു സംശയവും എനിക്കുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്, ഞങ്ങൾക്കൊരിക്കലും ഞങ്ങളുടെ അതിരൂപതയിൽ നിന്ന് ഒരു മേജർ ആർച്ച് ബിഷപ്പിനെ ലഭിക്കാനുള്ള സാധ്യതയില്ല. അത് വിശദീകരിക്കാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ പുറത്തുനിന്ന് വരുന്ന പിതാക്കന്മാർ ഞങ്ങളുടെ അതിരൂപതയെ ഭരിച്ചാൽ ഞങ്ങളുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാനും ഞങ്ങളെ ശരിയായ രീതിയിൽ രാജപാലനം ഞങ്ങളുടെ അതിരൂപതയിൽ നിർവഹിക്കാനും അവർക്ക് സാധിക്കുകയില്ല എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളെ എപ്പോഴും പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു. അതിപ്പോഴും പ്രകടിപ്പിക്കുന്നുണ്ട്. അതേസമയം മേജർ സിറോ മലബാർ സഭയുടെ മേജർ അതിരൂപതയായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ കേന്ദ്ര അതിരൂപതയായിട്ട് നിൽക്കണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നവരും അവരുടെ ഇടയിലുണ്ട്. ഇത് രണ്ടും കൂടെ യോജിപ്പിച്ചുകൊണ്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. പ്രായോഗികമായിട്ട് ഇപ്പോൾ സിനഡിനും അതുപോലെ തന്നെ പലർക്കും തോന്നുന്നെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, മേജർ ആർച്ച് ബിഷപ്പിന് പകരം മറ്റൊരു ആർച്ച് ബിഷപ്പിനെ എറണാകുളം അതിരൂപതയ്ക്ക് കൊടുക്കുക, അതായിരിക്കും നല്ലതെന്നുള്ളതാണ്. എന്താണ് ഉരുത്തിരിയാൻ പോകുന്നതെന്ന് നമുക്ക് കുറെ കഴിയുമ്പോഴേ അറിയാൻ സാധിക്കുള്ളൂ. അവരുന്നയിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്, ഇതെല്ലാം ഒരു കൽദായവൽക്കരണത്തിന്റെ ഒരു തുടക്കമാണ്. ഇനി അങ്ങോട്ട് ജപമാല സഭയിൽ ഉണ്ടാവില്ല, തിരുസ്വരൂപങ്ങൾ ഉണ്ടാവില്ല, കുരിശുവഴി പ്രാർത്ഥനകൾ ഉണ്ടാവില്ല, ഏകീകൃത കുർബാന അർപ്പണം എന്ന് പറയുന്ന ഒരു കൽദായവൽക്കരണത്തിന്റെ ഒരു തുടക്കമാണെന്ന് ചിലർ ആശങ്ക ഉന്നയിക്കുന്നുണ്ട്. അത് ഇപ്പോൾ നമ്മൾ ഈ തർക്കങ്ങൾ നടക്കുമ്പോൾ തർക്കങ്ങളിൽ ഒരു വിഭാഗം അല്ലെ 2 വിഭാഗങ്ങളും അല്ലെ 3 വിഭാഗങ്ങളും അവർ മുന്നോട്ട് വെക്കുന്ന പ്രമേയം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കും. അങ്ങനെയുള്ള ഒരു വിഷയമായിട്ട് മാത്രമേ ഞാൻ അതിനെ കാണുന്നുള്ളൂ. അതൊന്നും അങ്ങനെയല്ല എന്ന് സഭയുടെ തലത്തിലുള്ള കാര്യങ്ങൾ പറയുന്നവർക്കും കുറച്ചറിയാം. അതുപോലെ തന്നെ പിതാക്കന്മാർക്കും വത്തിക്കാനും പരിശുദ്ധനും ഒക്കെ അറിയാം. അതിലൊരു കാര്യവുമില്ലെന്ന്. പിതാവിന്റെ ആ ഒരു ഭരണകാലയളവിൽ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സിറോ മലബാർ സഭയുടെ ഒരു അതിരുകൾ വിസ്തൃതമായ ഒരു കാര്യം. പ്രത്യേകിച്ച് ഇന്ത്യക്ക് പുറത്ത് മിസിസാഗ, മെൽബൺ, ഗ്രേറ്റ് ബ്രിട്ടൻ, ഒപ്പം തന്നെ യൂറോപ്പിന്റെ അപ്പോസ്തോലിക് വിസിറ്റേഷൻ, ഒപ്പം നമുക്ക് ഇന്ത്യയിൽ തന്നെയാണെങ്കിൽ ശംഷാബാദ്, ഫരീദാബാദ്, ഒപ്പം ഹൊസൂർ രൂപതകൾ. അപ്പോൾ ആ ഒരു അതിരുകൾ വിസ്തൃതമാക്കുക, ആ ഒരു മിഷൻ ഏറ്റെടുക്കാനുള്ള ഒരു കാരണം എന്താണ്? ഞാനത് ചോദിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. പ്രത്യേകിച്ച് മേജർ ആർച്ച് ബിഷപ്പായി തട്ടിൽ പിതാവ് സ്ഥാനമേറ്റപ്പോൾ പിതാവ് നടത്തിയ ഒരു വളരെ വൈകാരികമായിട്ടുള്ള ഒരു പ്രസംഗമുണ്ട്. ശംഷാബാദ് രൂപത സ്ഥാപിക്കുവാനുള്ള തീട്ടൂരം എഴുതിയത് ആലഞ്ചേരി പിതാവിന്റെ രക്തം കൊണ്ടാണ് എന്നൊരു കാര്യം തട്ടിൽ പിതാവ് അങ്ങനെ സൂചിപ്പിച്ചിരുന്നു. അപ്പം അത് കേട്ടപ്പോൾ പിതാവ് ഇങ്ങനെ കരയുന്ന ഒരു സീൻ ഒത്തിരിയധികം വിശ്വാസികളുടെ ഇടയിൽ ഒരു വേദന ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിന് പിതാവിന് കൊടുക്കേണ്ടി വരുന്ന വില, ആ ഒരു മിഷൻ ഏറ്റെടുക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു? ഇത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഞാൻ ശുശ്രൂഷ ഏറ്റെടുത്ത കാലത്ത് അവശ്യം സാധിക്കേണ്ടിയിരുന്ന ഈ സഭയുടെ ദൗത്യമായിട്ട് ഞാൻ കണ്ടു. ഞാനത് അവതരിപ്പിച്ച സന്ദർഭങ്ങളിൽ സിനഡ് അതിനെ 100% അംഗീകരിച്ചു. കാരണം ബഹുസഹസ്രം ആളുകള് നമ്മുടെ സഭയിൽ നിന്ന് ഇന്ത്യക്ക് പുറത്ത് ഇങ്ങനെ അലഞ്ഞു തിരിയുന്ന ഒരവസ്ഥ. അങ്ങനെ അലഞ്ഞു തിരിയുന്ന ഈ അവസ്ഥയിൽ അവരൊക്കെ തന്നെ നമ്മുടെ കുർബാനയില്ല, നമ്മുടെ ആരാധനയില്ല, നമ്മുടെ സഭാഭരണ ശൈലിയില്ല, എന്തുകൊണ്ട് പിതാക്കന്മാർ ഞങ്ങൾക്കിത് തരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ തക്കലയിലെ മെത്രാനായപ്പോൾ നമ്മുടെ അമേരിക്കൻ ഐക്യനാടുകളിൽ ചെന്നു. അവിടെ ചിക്കാഗോ എന്നുള്ള ഒരു രൂപത ഉണ്ടായി കഴിഞ്ഞിരുന്നു. അവിടുത്തെ ആദ്യത്തെ തലമുറയിൽപ്പെട്ടവർ എന്നോട് പറയുക, നിങ്ങളൊക്കെ എവിടെയായിരുന്നു ഞങ്ങളിവിടെ വന്നപ്പോഴെന്ന്. നേരിട്ട് ചോദിച്ചതാ. ഞങ്ങളുടെ മക്കളൊക്കെ ചിലരൊക്കെ ഇതര മതസ്ഥരെ വിവാഹം ചെയ്തു പോയി. 18 വയസ്സ് കഴിഞ്ഞാൽ ഇവിടെ യുവാക്കന്മാരോട് ഞങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കുകയില്ല. ഞങ്ങളിങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുന്നു. മക്കളെല്ലാം അവരുടെ വഴിയെ പോയി. ഇപ്പോഴാണല്ലോ നിങ്ങൾ രൂപതയുമായിട്ട് വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് ഞാൻ നേരിട്ട് കേട്ടതാണ്. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, ഈ ഒരു രൂപത മാത്രം നമുക്ക് പോരല്ലോ,
നമ്മുടെ ജനങ്ങൾ പോകുന്ന മറ്റു രാജ്യങ്ങളില്ലേ, അവിടെയും നമ്മുടെ ജനങ്ങൾ പോകുന്നതിൻ്റെ പുറകെ നമ്മൾ ചെല്ലണ്ടേ? ഇത് നമ്മുടെ കടമയല്ലേ? നമ്മുടെ ജനങ്ങളുടെ ഉള്ളിൽ ദൈവം തന്നെ തോന്നിപ്പിക്കുന്ന ആവശ്യമല്ലേ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റു പ്രദേശങ്ങളിലെ കണക്കെടുക്കാനും മറ്റു പ്രദേശങ്ങൾ സന്ദർശിക്കാനും അവിടെയെല്ലാം രൂപതകളൊക്കെ സ്ഥാപിക്കാനായിട്ടും ഞാൻ സ്വാഭാവികമായും പ്രേരിതനായി. എനിക്ക് തോന്നുന്നത് അത് ദൈവം തന്ന ഒരു ചിന്തയാണെന്നാണ്. അത് സിനഡിൽ അവതരിപ്പിച്ചപ്പോൾ സിനഡിൻ്റെ പൂർണ്ണമായ സപ്പോർട്ടും. അങ്ങനെയാണ് തീർച്ചയായിട്ടും പൗരസ്ത്യ തിരുസംഘത്തിൻ്റെ പ്രീഫെക്റ്റിൻ്റെയും വറ്റിക്കാൻ്റെയും ഒക്കെ പിന്തുണ അതിൻ്റെ പിറകിലുണ്ടായിരുന്നു. അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ആ വക കാര്യങ്ങൾ നടപ്പിൽ വന്നു എന്നുള്ളതേ ഉള്ളൂ. ഇത് വ്യക്തിപരമായിട്ടുള്ള ഒരു നേട്ടമൊന്നുമല്ല. ഞാൻ അന്ന് സഭയുടെ ആവശ്യമനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് ദൈവം എന്നെ നിയോഗിച്ചു എന്നുള്ള ബോധ്യത്തിൽ പ്രാർത്ഥിച്ചും സഹകരിപ്പിച്ചും എല്ലാവരെയും കണ്ടും കേട്ടും റോമിലും മറ്റു പിതാക്കന്മാരുടെ സന്നിധിയുമൊക്കെ സംവാദങ്ങൾ നടത്തി, ഞാൻ ഡയലോഗ് നടത്തി ഞാൻ ഈ വക കാര്യങ്ങൾ ശ്രമിക്കാനാണ്. അതുതന്നെയാണ് ഇന്ത്യയിലും. ഇന്ത്യയിൽ നമുക്ക് കുറേശ്ശെയായി ജുറിസ്ഡിക്ഷൻ തരുന്ന രീതിയാണ് പരിശുദ്ധ സിംഹാസനം സ്വീകരിച്ചിരുന്നത്. ആദ്യം പമ്പാ നദിക്കും ഭാരതപ്പുഴയ്ക്കും അപ്പുറത്തുള്ള പ്രദേശങ്ങൾ നമുക്ക് അപ്രാപ്യമായിരുന്നു. പിന്നീട് അത് വികസിപ്പിച്ചാണ് കന്യാകുമാരി മുതലുള്ള പ്രദേശങ്ങളെ, വടക്ക് മൈസൂർ മുതലായ പ്രദേശങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കിട്ടിയത്. എന്നിട്ടും നമ്മുടെ ജനങ്ങളെ മറ്റു പലയിടത്തുമുണ്ട്. പിന്നെ കുറച്ച് കൂടുതലുണ്ടെന്നും പറഞ്ഞാണ് ബോംബെ തന്നെ. അപ്പോൾ യു ഷുഡ് വെൻ ദർ ഈസ് എ ഗുഡ് കോൺസെൻട്രേഷൻ വി വിൽ ഗീവ് എ ഡയസിസ് എന്നുള്ള രീതിയിൽ റോമിലെ അധികാരികളായിട്ടുള്ളവരല്ല നുൻഷ്യമാരൊക്കെ എന്നോട് സംസാരിച്ച് ഞാൻ ഓർക്കുന്നു. ഞാൻ അവരോട് പറയുമായിരുന്നു, അതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ജനം എവിടെയുണ്ടോ, അത് ചെറിയ ഗ്രൂപ്പ് വലിയ ഗ്രൂപ്പ് എന്നുള്ളതല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ചെറിയ ഗ്രൂപ്പായിട്ട് നിൽക്കുന്നവരെ വലിയ ഗ്രൂപ്പിലുള്ള ആളുകളെ പോലെ തന്നെ പ്രധാനപ്പെട്ടവരാണ്. ഓരോ ആടും ഇടയന് പ്രധാനപ്പെട്ടതായിരിക്കുന്ന പോലെ ഇവരെ എല്ലാവരെയും സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് സാധിക്കണം. അതിന് ഞങ്ങൾക്ക് അജപാലനപരമായിട്ടുള്ള ജൂറിസ്ഡിക്ഷൻ നൽകണമെന്നുള്ള ആ ചിന്തയുടെ അടിസ്ഥാനത്തിൽ അവിടെയൊക്കെ പറയുകയും നമ്മുടെ പിതാക്കന്മാരോട് അതേപ്പറ്റി ചർച്ച ചെയ്യുകയും നമ്മൾ സിനഡിൻ്റെ എല്ലാവരുടെയും അഭ്യർത്ഥന റോമിൽ അറിയിക്കുകയും നമുക്കങ്ങനെ ശംഷാബാദ് രൂപത അവസാന നിമിഷം ലഭിച്ചു. ശരിക്കും ഈ ശംഷാബാദ് രൂപത അതിന്റെ ഒരു രൂപീകരണത്തിൽ ഒത്തിരിയേറെ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഒത്തിരിയേറെ വെല്ലുവിളികളുണ്ടായിരുന്നു. പക്ഷെ ആ വെല്ലുവിളികളെയൊക്കെ നേരിടാനായിട്ട് നമ്മുടെ സിനഡും നമ്മുടെ പൊതു സംവിധാനങ്ങളുമൊക്കെ ഒത്തിരിയേറെ ശക്തമായിട്ട് പ്രവർത്തിച്ചു. അത് ലഭിച്ചു. കാരണം അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരുന്നുവെന്ന് പരിശുദ്ധ പിതാവിനും അതുപോലെ തന്നെ മറ്റ് റോമിലുള്ള സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള കാർഡിനൽ പരോളിനും നമ്മുടെ ഓറിയന്റൽ കോൺഗ്രിഗേഷൻ്റെ പ്രീഫെക്റ്റിനും ഒക്കെ ബോധ്യപ്പെട്ടു. അവിടെ ഞങ്ങൾ 5 പിതാക്കന്മാരും ഓറിയന്റൽ കോൺഗ്രിഗേഷൻ്റെ പ്രീഫെക്റ്റും പിന്നെ കോൺഗ്രിഗേഷൻ ഫോർ ദി ഇവാഞ്ചലൈസേഷൻ ഓഫ് പീപ്പിൾസ്, അന്നാം കോൺഗ്രിഗേഷൻ എന്ന് പറയുന്നത്, ഇപ്പം ഡിക്കാസ്ട്രി എന്നാണ് പറയുന്നത്, അവരുമായിട്ടിരുന്ന് ചർച്ച ചെയ്തപ്പോഴത്തേക്ക് ഒരു ഘട്ടത്തിൽ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള പിതാവ് പറഞ്ഞു, ഇറ്റ് ഈസ് എ വിഷ് ഓഫ് ദി ഹോളി ഫാദർ that this problem should be settled and that the Syro Malabar people should be given jurisdiction in all over India. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് തടസ്സങ്ങൾ പറഞ്ഞിരുന്നവരെല്ലാം മാറി ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ നമുക്കത് ലഭിക്കുകയാണ്. അതുകൊണ്ട് പോപ്പ് ഫ്രാൻസിസിന്റെ വലിയൊരു പിന്തുണ ആ കാര്യത്തിൽ നമുക്ക് സഭയ്ക്ക് ലഭിച്ചു. ഇപ്പോഴും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിന്തുണ നമ്മുടെ സഭയ്ക്ക് ലഭിക്കുന്നത് വളരെ ശക്തമായിട്ടാണ്. പൗരസ്ത്യ സഭകളെ തള്ളിക്കളയുന്ന ഒരു ചിന്ത ഒരിക്കലും പരിശുദ്ധ സിംഹാസനത്തിന് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ പരിശുദ്ധ സിംഹാസനം സമ്മർദ്ദത്തിന് വിധേയമാക്കപ്പെടുന്നത് അവരുടെ പ്രവർത്തനത്തിന് പ്രയാസങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ളതും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അത് തന്നെ ഞാൻ ചോദിക്കാനിരുന്നത്. ഈ ഏകീകൃത കുർബാന വിഷയം നേരത്തെ നമ്മൾ ചർച്ച ചെയ്തു. അപ്പൊ ആ ഒരു വിഷയത്തിൽ പലര് പറയുന്ന ഒരു കാര്യമാണ് മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചു. ഇപ്പം ഡിസംബർ മാസത്തിൽ മാർപ്പാപ്പ ഇറക്കിയ വീഡിയോയിൽ പോലും തെറ്റായി വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അത് മോർഫ് ചെയ്ത വീഡിയോ ആണ്, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അപ്പം ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തില് പോപ്പിന്റെ ഒരു മനസ്സ് എങ്ങനെയാണ് പിതാവ്? എറണാകുളം അങ്കമാലി അതിരൂപതയോട് ബന്ധപ്പെട്ട് പരിശുദ്ധ പിതാവിന്റെ ചിന്ത ഈ സിനഡ് എടുക്കുന്ന തീരുമാനത്തോട് യോജിച്ച് നിന്ന് ഒരു പൗരസ്ത്യ സഭയുടെ ശൈലിയിൽ പ്രവർത്തിക്കണമെന്നുള്ളതാണ് എറണാകുളം അങ്കമാലി അതിരൂപത. അതില്ലാത്തത് എന്തുകൊണ്ടാണെന്ന കാര്യം അദ്ദേഹം തന്നെ പലപ്പോഴും മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങൾ അനുസരിക്കണം. കാരണം സിനഡ് ഇനിയിപ്പം സിനഡിൽ
100ക്ക് 100 പേരും ഒരാശയമായാലേ അത് നിയമമാകുന്നൊന്നുമില്ല. വോട്ടിട്ട് തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അതിനാൽ തന്നെ ബാക്കിയുള്ളവരും അനുസരിക്കണം. അത് തന്നെയല്ലേ സാമൂഹിക വ്യവസ്ഥയിലും ഉള്ളത്. പക്ഷേ ഞങ്ങളത് ആലോചിച്ചില്ല, അല്ല ഞങ്ങളുടെ അഭിപ്രായം വിരുദ്ധമായിരുന്നു എന്ന് പറയുന്നതിലൊന്നും സാമാന്യ ബുദ്ധിയില്ല. അതുകൊണ്ട് പരിശുദ്ധ പിതാവിൻ്റെ ചിന്ത മുഴുവൻ സെനറ്റ് തീരുമാനിച്ചതിനനുസരിച്ച് പരിശുദ്ധ പിതാവ് അന്ന് അത് ശുപാർശ ചെയ്തതിനനുസരിച്ച് ഉപദേശിച്ചതിനനുസരിച്ച് നടക്കണമെന്ന് തന്നെയാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ദീർഘനാളായിട്ടുള്ള ഒരു ആവശ്യമാണ് അവരുടെ രൂപതയിൽ നിന്നൊരു മേജർ ആർച്ച് ബിഷപ്പിനെ കിട്ടണം എന്നുള്ളത്. പിതാവ് 2011 എറണാകുളം അങ്കമാലി അതിരൂപതയുടെയും മേജർ ആർച്ച് ബിഷപ്പായിട്ട് അവിടേക്ക് കടന്നു വരുമ്പോൾ പിതാവിന് ലഭിച്ചൊരു സ്വീകാര്യത എത്രത്തോളം ഉണ്ടായിരുന്നു? ആ സ്വീകാര്യത എത്രത്തോളം ഉണ്ടെന്ന് ഇന്ന് പോലും എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം ബാഹ്യമായിട്ടുള്ള സ്വീകാര്യത ഏറെക്കുറെ ഭദ്രമായിരുന്നു. ആന്തരികമായിട്ടുള്ള സ്വീകാര്യത എത്രമാത്രമുണ്ടെന്ന് അത് സംശയിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അത് അന്ന് തന്നെ അത്ര ഉണ്ടായിരുന്നില്ല എന്ന് ഇപ്പോഴെനിക്ക് തോന്നുന്നു. പക്ഷേ ബാഹ്യമായിട്ട് എല്ലാ വിധത്തിലും സഹകരിച്ച് മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾക്കെല്ലാം എന്നെ കൊണ്ട് തന്നെ കാര്യങ്ങൾ നിർവഹിപ്പിക്കുന്ന ശൈലി ഉണ്ടായിരുന്നു. പക്ഷേ ടുവേർഡ്സ് ദി എൻഡ് വന്നപ്പോഴേക്കും ചില പ്രത്യേക ലക്ഷ്യങ്ങൾ വെച്ച് പ്രവർത്തിച്ചവരെ കാര്യങ്ങൾ പിടിച്ചെടുക്കുകയും അവര് എല്ലാം നിയന്ത്രിക്കുന്ന ഒരു സ്ഥിതി വരികയും ചെയ്തു എന്നതാണ് സത്യം. ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സാധാരണ വിശ്വാസികളുടെ മനസ്സെങ്ങനെയാണ് പിതാവേ? നമുക്കറിയാമല്ലോ, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ പ്രതിഷേധങ്ങൾ സൃഷ്ടിച്ച ആ ഗ്രൂപ്പ്, അത് വൈദികർക്ക് പിന്തുണ കൊടുക്കുന്ന മറ്റു ചിലരുടെയും ഒക്കെ നേതൃത്വത്തിൽ നടന്നതാണെങ്കിലും അതിന് ഈ അതിരൂപതയിലെ എല്ലാ ജനങ്ങളുടേതുമായ ആവേശപൂർവമായ ഒരു പിന്തുണയൊന്നും കിട്ടിയില്ലല്ലോ. അതുകൊണ്ട് നമുക്കറിയാവുന്നതുപോലെ വളരെയേറെ ആത്മായ സഹോദരന്മാര് സഭാകാര്യങ്ങളിൽ മെത്രാന്മാർ പറയുന്നത്, പരിശുദ്ധ പറയുന്നത് അനുസരിച്ച് പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ കുർബാനയുടെ കാര്യത്തിലൊക്കെ അവർക്കുള്ള അറിവിനേക്കാൾ കൂടുതൽ സഭ ഒന്നിച്ച് ചിന്തിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ചെടുക്കുന്ന തീരുമാനങ്ങൾക്കുണ്ടെന്ന് അവർക്കറിയാം. എന്നാൽ അവരുടെ ഇടയിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള വൈദികർക്കെതിരെ ആക്രോശിച്ച് അവരെ ഇല്ലാതാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു സന്നദ്ധത അവർക്കില്ല. അങ്ങനെ കുറച്ചുപേര് അതിനങ്ങനെയും വന്നിട്ടുണ്ട്. പക്ഷെ എന്നൊരിക്കലും ആ വൈദികരോടുള്ള ബഹുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നതിൻ്റെ പിറകെ അങ്ങ് പോകുന്ന ഒരു ശൈലി ഈ എതിർക്കുന്ന വൈദികരുടെ കാര്യത്തിലും അവർ പാലിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ രണ്ട് രീതിയിലുള്ള അലീജിയൻസ്, രണ്ട് രീതിയിലുള്ള ഒരു മനോഭാവം ഇവിടെ നിലനിൽക്കുന്നത്. പിതാവിന്റെ ഒരു ആർദ്ര ഹൃദയത്തെ പൊതുസമൂഹം കൂടുതൽ തിരിച്ചറിഞ്ഞൊരു നിമിഷമായിരുന്നു 2020 പ്രത്യേകിച്ച് ഇടുക്കി രൂപതയുടെ പ്രഥമ മെത്രാൻ ആനിക്കുഴിക്കാട്ടിൽ പിതാവിന്റെ മൃതസംസ്കാര ശുശ്രൂഷയിൽ പിതാവ് വിതുമ്പി കരഞ്ഞ ഒരു നിമിഷം വിശ്വാസികളുടെ ഒരു മനസ്സിൽ ഇന്നും ആ ഒരു വിങ്ങലായിട്ട് ആ ഒരു ദൃശ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അഭിമന്യ ആനിക്കുഴിക്കാട്ടിൽ പിതാവുമായിട്ടുള്ള ഒരു ആത്മബന്ധം പിതാവ് ഒന്ന് പങ്കുവയ്ക്കാം. ആനിക്കുഴിക്ക് പിതാവിന്റെ മൃതദേഹ സംസ്കാരത്തിൽ ഞാൻ വിതമ്പാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതം ആ ഇടുക്കി പ്രദേശത്തെ ജനങ്ങളെ എത്രമാത്രം പുരോഗതിയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ള ഒരു ചിന്തയാണ്, അതിൻ്റെ അനുഭവമാണ്. ആ ജനത്തിന് വേണ്ടി മാത്രം തൻ്റെ ജീവിതം സമർപ്പിച്ച ഒരാളാണ് ആനിക്കുഴിക്കാട്ടിൽ പിതാവ്. അതിനുവേണ്ടി അദ്ദേഹം വളരെയേറെ കടന്നുപോയിട്ടുണ്ട്. യാതൊരുവിധ ഔപചാരികതയുമില്ലാതെ, ഔദ്യോഗികതയുമില്ലാതെ, അതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ട് മറ്റാരെയും വേദനിപ്പിക്കരുത് എന്നുള്ള ഒരു പ്രിയോക്യുപ്പേഷൻ അല്ലെങ്കിൽ ഒരു മുൻവിധിയുമില്ലാതെ ആ ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി പറയേണ്ടവരോടെല്ലാം കാര്യങ്ങൾ പച്ചയ്ക്ക് തുറന്നു പറഞ്ഞ് ജീവിച്ച ഒരു മനുഷ്യനാണ്. അത് വലിയൊരു സമർപ്പണമല്ലേ? ആ സമർപ്പണം എൻ്റെ മനസ്സിൽ തട്ടിയതുകൊണ്ടാണ് ആ സമയത്ത് അങ്ങനെ, പ്രത്യേകിച്ച് ആ വിടവാങ്ങൽ പ്രാർത്ഥനയില്ലേ എപ്പോഴത്തേക്കാണ് പ്രിയപ്പെട്ട സഹോദര എന്നും പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്. അപ്പൊ അതുപോലെ ഹൃദയാടുപ്പമുള്ളവരോട് പിന്നീട് ഞാൻ ആ പ്രാർത്ഥന ചെല്ലാതെ എൻ്റെ അടുത്ത് നിൽക്കുന്ന വൈദികരെ കൊണ്ടാണ് ചെല്ലിക്കുന്നത്. കാരണം ചിലപ്പം വിതുമ്പിപ്പോവും. അങ്ങനെ വിതുമ്പുന്നതിനെ പറ്റി അന്നത്തെ സമൂഹത്തിൽ പല അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ഒരു മെത്രാൻ ഇങ്ങനെ കരയാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളെല്ലാം എന്നെ അടുക്കുമെന്ന് പറഞ്ഞൊക്കെ രീതിയിലൊക്കെ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്തു അതിലൊരു കാര്യമുണ്ട്. നമ്മളൊരു
കാർമ്മികനായിട്ട് ഒരു ശുശ്രൂഷ നടത്തുമ്പോൾ നമ്മൾ കരഞ്ഞു വിഴിഞ്ഞ് നടത്തിയാൽ അത് ശരിയാകുകയില്ല. സോ ഐ ആം നൗ കെയർഫുൾ. അതിനുശേഷം പിന്നീട് ഒരിടത്തും കരഞ്ഞിട്ടില്ലെന്നാണ് എൻ്റെ ചിന്ത. പിന്നെ നമ്മൾ ഓരോ വ്യക്തിക്കും ഓരോ വിധത്തിലുള്ള ഒരു ബോഡിലി മെന്റൽ സെറ്റപ്പ് ഉണ്ട്. എനിക്ക് മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ സഹിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും ഒരു പ്രയാസവും ഇല്ലാതെ മുന്നോട്ട് പോകുന്നവരുമുണ്ട്. പക്ഷെ എനിക്കങ്ങനെ അതെൻ്റെ പ്രകൃതിയിലുള്ള ഒരു പ്രത്യേകതയാണ്. അതിനെ വേണമെങ്കിൽ ദൗർബല്യമെന്നോ എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ അതുകൊണ്ട് ഞാൻ കഴിവതും എന്നെ തന്നെ നിയന്ത്രിച്ചുകൊണ്ടാണ് ഈ മറ്റുള്ളവരുടെ വേദനയുള്ള സ്ഥലങ്ങളിലേക്ക് ചെല്ലുന്നതും കാര്യങ്ങൾ നടത്തുന്നതും. അതുകൊണ്ട് ഇപ്പോൾ തന്നെയും അനുകുഴിക്കാട്ട് പിതാവിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു സ്വല്പം ഒരു പ്രയാസം മനസ്സിൽ തോന്നി. അത് പുറത്ത് വന്നില്ലെന്നേ ഉള്ളൂ. അപ്പോഴങ്ങനെയുള്ള നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന വ്യക്തികളുണ്ടെന്നുള്ളത് ഒരു വാസ്തവമാണ്. അതേ ഉള്ളു അന്ന് നടന്നത്. അല്ലാതെ മറ്റു പിതാക്കന്മാരെക്കാൾ കൂടുതലായിട്ട് അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്തായിരുന്നെന്നോ അങ്ങനൊന്നും വരുന്നില്ല. പക്ഷെ അദ്ദേഹം ചെയ്ത ആ സഭാ ശുശ്രൂഷ, ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രതിബദ്ധത, അത് നമുക്കൊരിക്കലും മറക്കാൻ പാടില്ലാത്തതാണ്. ആ ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചു. അതിനുവേണ്ടി അദ്ദേഹം രാഷ്ട്രീയക്കാരോട് ചിലപ്പോൾ നമ്മളാരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ അന്ന് ചർച്ചാ വിഷയമായതല്ലേ. പക്ഷെ എനിക്ക് അത്രയും തോന്നിയില്ല അന്ന്. ഞാൻ അതിനെപ്പറ്റി ഒന്നും പിതാവെ എന്തിനാ അങ്ങനെ സംസാരിച്ചെന്നോ ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല. പിതാവിൻ്റെ ആത്മാർത്ഥതയിൽ പിതാവ് സംസാരിച്ചു എന്ന് മാത്രമേ ഞാൻ അതിനെ എടുത്തിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ പിതാവിന് മനസ്സിൽ മറ്റൊരു വിധ ചിന്തകളുമില്ല. എനിക്ക് ഉയരണം, എനിക്ക് പേരെടുക്കണം, അല്ലെങ്കിൽ എനിക്ക് ശുശ്രൂഷകളിൽ ഉയരണം, ഇതൊന്നും അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിനില്ലാതെ അദ്ദേഹം ആ ജനങ്ങൾക്ക് വേണ്ടി തന്നെ സമർപ്പിച്ച് അവർക്ക് വേണ്ടി സംസാരിച്ചൊക്കെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയി. അങ്ങനെയുള്ള ഒരു ലളിത വ്യക്തിത്വത്തിന്റെ ആളായിരുന്നു. അപ്പൊ ആ ആളിനോട് നമുക്ക് അടുത്ത് കഴിയുമ്പോൾ നമ്മളെങ്ങനെയാണ് അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ ദുഃഖിക്കാതിരിക്കുന്നത്? അതങ്ങനെ വന്നതാ സ്വാഭാവികമായിട്ട്. പിതാവ്, നമ്മൾ സമകാലിക ഒരു രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ, ഒരു കാലഘട്ടത്തില് കേരളത്തിലെ കത്തോലിക്ക സമൂഹം, പ്രത്യേകിച്ച് സീറോ മലബാർ സമൂഹത്തില് രാഷ്ട്രീയ മേഖലയിലും സാമൂഹ്യ മേഖലയിലൊക്കെ ഒരു നിർണായകമായിട്ടുള്ള സ്വാധീനം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു അടുത്ത കാലങ്ങളില് പല മേഖലകളിലും ഒരു കടുത്തൊരു നീതി നിഷേധം ക്രൈസ്തവർ അനുഭവിക്കുന്നുണ്ട്. അതിന്റെ ഒരു ചരിത്രം നമുക്കറിയാം. 80-20 വിഷയമായിക്കോട്ടെ, ന്യൂനപക്ഷ അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായിക്കോട്ടെ, നമുക്കറിയാം JB കൊച്ചി കമ്മീഷൻ, അത് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച ഏകദേശം ഒരു വർഷം കഴിഞ്ഞു. അതിൽ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. അപ്പം ഈ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഒരു കറിവേപ്പില പോലെ പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു ക്രൈസ്തവ സമൂഹത്തെ കാണുന്നുണ്ടെന്നൊരു ആശങ്ക അങ്ങേക്കുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്?